ഓക്കെ, ഇതിൽ ഈ വടക്കുന്നാഥൻ മൂകസാക്ഷിയാണെന്ന് പറഞ്ഞപ്പോഴേ നന്ദകിഷോറെ ഒരു കൗതുകരമായ ഒരു കാര്യമല്ലേ ഇത്? ശരിക്കും പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് വടക്കുന്നാഥന്റെ പൂരമാണ്. വടക്കുന്നാഥന്റെ മുമ്പിൽ, വടക്കുന്നാഥന്റെ പെർസ്പെക്റ്റീവില് പറഞ്ഞാൽ വടക്കുന്നാഥന്റെ മുമ്പില് ഈ ഒരു കാർന്നവരുടെ മുമ്പിൽ കുട്ടികൾ പൂരം കളിക്കുന്ന പോലെ അദ്ദേഹത്തിന് നമുക്ക് വലിയ കാര്യം അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് ചെയ്യുമ്പോൾ എന്നിട്ട് കുട്ടികൾ എന്തോ പൂരം കളിക്കുന്നു, അദ്ദേഹം ഇതിന്റെ അപ്പുറത്താണ്, അതിനില്ല. അതെ, അത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊതുവായി അമ്പലമൊക്കെ കാണുന്ന സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന രീതിയിലാണ്. അങ്ങനെ മാത്രമല്ല ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഘടകപൂരങ്ങളായിട്ട് വരുന്ന ഈ 8ഓളം ചെറു ഘടകപൂരങ്ങളുണ്ടല്ലോ, ആ ഘടകപൂരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അവരും അവിടെ പൂരം കൊള്ളാറില്ല. അവരിവിടെ ഈ ഘടകപൂരം എന്ന പേര് പണ്ട് ചെറുപൂരം എന്നായിരുന്നു. ഈ ഘടകകക്ഷി എന്ന പ്രയോഗത്തിൽ അതിനല്ല ഇത് വന്നത് എനിക്കൊരു സംശയമുണ്ട്. ഈ ചെറുപൂരം എന്ന പദം എന്താ മോശമാണോ? ചെറിയച്ഛൻ നമ്മള് ഘടകച്ചെന്ന് പറയും, ചെറിയമ്മ ഘടകമ്മ അത് പതിവില്ല. അപ്പൊ ചെറുപൂരം എന്ന് പറഞ്ഞാൽ 15 ആനയില്ലാതെ അതിനർത്ഥമുള്ളൂ. നമ്പരം വെച്ചതാ 15. ബാക്കിയൊക്കെ ഗംഭീരാണ്. പൂരം കൊഴിപ്പിക്കുന്നത് ചെറുപൂരങ്ങളാണ്. ആ ചെറുപൂരം എന്ന പേരെ പറ്റി ഘടകം വന്നോടുകൂടിയാണ് തിരുവമ്പാടിയും പറമ്പേക്കാവും ഘടകപൂരം. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. ബന്ധം എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ പൂരങ്ങളെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുമല്ലോ 5 വർഷം വടക്കുന്നാഥനെ പോലെ. ഈ കുട്ടികളുടെ ഈ കലപിലകള് ഈ പറയുന്ന, എന്നിട്ട് 26-ാം തീയതി പോയിട്ട് ഒറ്റ വോട്ടിട്ട് കൊടുക്കും അല്ലെ? എന്നിട്ട് അനുഭവിച്ചോ ഓക്കെ. ഈ ലോകമെമ്പാടുമുള്ള ആളുകൾ സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഈ പൂരത്തിന്റെ സ്ഥലത്തോട്ട് വന്നാൽ മതി, ആ സങ്കടം അങ്ങ് ഇല്ലാണ്ടായി പോകും. പൂരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പൂരം എന്ന് പറയുന്നത് മനുഷ്യന് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞാൻ പൂരത്തല്ലേ പൂരത്തറി എന്ന് പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല പറയുകയാണ്. അപ്പൊ ഈ 364 ദിവസവും മനുഷ്യൻ മനസ്സിൽ പിടിച്ചു വെച്ച് പുറത്തേക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതങ്ങോട്ട് പൊട്ടി ഒഴിക്കുന്ന സംഭവമാണത്. അപ്പൊ പിന്നെ പൂരത്തിന് എന്ത് കാണിക്കാലോ. അപ്പൊ അത് ചിലർ അടിച്ചിട്ട് റോഡിൽ കിടക്കുന്നുണ്ടാവും. ഇപ്പൊ ബീവറേജ് അടച്ചു, അത് പൂർണ്ണമായിട്ട് ഈ ചേടത്തിയും അനിയത്തിയും എന്നാണ് കൺസെപ്റ്റ്. തിരുവമ്പാടിയിൽ കൃഷ്ണനാണെങ്കിലും പുറത്തേക്ക് എഴുന്നള്ളുക ഭഗവതിയാണ്. ഭഗവതി രണ്ടുപേരും ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ നെയ്മലയ്ക്കുള്ളിൽ നമ്മുടെ വടക്കുന്നാഥൻ ധ്യാനിസ്ഥനാണ്. ആളെ സാക്ഷി നിർത്തിയിട്ടാണ് അടുത്ത പൂരം എന്നാണെന്ന് നിശ്ചയിച്ച് ചേടത്തിയും അനിയത്തിയും ഉപചാരം ചൊല്ലി പിരിയുക. ആ നിമിഷം വരെ തൃശ്ശൂരിൻ്റെ മനസ്സ്, നഗരഹൃദയം ഇതിനോട് ചേർന്ന് ആനന്ദലഹരിയിൽ ആറാടും. ഓക്കെ, അപ്പോ ചേച്ചിയും അനിയത്തിയും അല്ലേ? തൃശ്ശൂരിന്റെ ഈ ഭൂമിശാസ്ത്രം ശ്രദ്ധിച്ചാൽ 3 ഗുണം ആധ്യാത്മയില് സത്വം, രജസ്, തമസ്. വടക്കുന്നാഥന്റെ മതിലക്കകം സത്വഗുണം, ശബ്ദം പോലും കേൾക്കില്ല. തേക്കുംകാട്ടിലേക്ക് ഇറങ്ങിയ രജോ ഗുണം, ഇത്തിരി പ്രേമം, പാട്ടം പാട്ട്. റൗണ്ടിലേക്ക് ഇറങ്ങിയ തനി തമോ ഗുണം. അപ്പൊ ഇങ്ങനെ തമസ്, രജസ്, സത്വം. രജസ്സിലാണ് പൂരം, സത്വത്തിൽ പൂരല്ലേ ഈശ്വരധ്യാനം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ മറ്റൊരു ഫിലോസഫി. അപ്പോ കാഴ്ചകള്, വിശേഷങ്ങള്, പൂരത്തിന്റെ ഫിലോസഫി ഇതെല്ലാം കേട്ടല്ലോ. അപ്പൊ ബാലയത്തിന്റെ കവിത ഉണ്ട്, അല്ല അത് ഞാൻ പിന്നെ ചൊല്ലാം. ഒരു കവിതയില്ല. ഞാൻ വേറെ എനിക്ക് ഓർമ്മ, ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഓർമ്മേന്റെ കുറിച്ചല്ല. വരി വരിയായി കരികൾ നിരക്കും തൃശ്ശൂർ പൂരം വരവായി, ഇഞ്ചഞ്ചി ഇഞ്ചഞ്ചിഞ്ചി തൃശ്ശൂർ പൂരം വരവായി, തൃശ്ശൂർ പൂരം വരവായി, കഞ്ഞി കുടിക്കും ചോറുണ്ണും രണ്ടെണ്ണടിക്കും തൃശ്ശൂർ പൂരം വരവായി, ആഘോഷിക്കും ഒരു കേടുമില്ല ബാരിക്കേടുകൾ മാത്രമുള്ള തൃശ്ശൂർ പൂരം വരവായി, പൂരം വരവായി പൂരം വരവായി, ജനകീയോത്സവ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം ഇവിടെ വെച്ചുണ്ടാക്കിയതാ. പറഞ്ഞിട്ടുണ്ട് നമ്മള് നല്ലൊരു കവിത. അത് ഏതോ ഒരു കവിത പാടരുത് എന്നല്ലേ ഉദ്ദേശിച്ചത്. ആ കവിത വേണ്ട, ഈ കവിത മതി.